സിനിമകളെ എന്നും ആവേശത്തോടെ വരവേൽക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ. കാമ്പുള്ള കഥകൾക്ക് തന്നെയാണ് മലയാളി സിനിമാസ്വാദകർ എന്നും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതിന്റെ തെളിവാണ് റിലീസുകൾക്കൊപ്പം തന്നെ ആഘോഷിക്കപ്പെടുന്ന റീറിലീസ് ചിത്രങ്ങളും. മലയാളത്തിൽ നിന്ന് അടുത്തിടെ റീറിലീസ് ചെയ്ത ചിത്രങ്ങളൊക്കെയും മികച്ച കളക്ഷനാണ് വാരിക്കൂട്ടിയത്. വ്യത്യസ്തമായ കഥയും കഥാപാത്രങ്ങളും കൊണ്ട് സമ്പന്നമായ മലയാളികളുടെ എക്കാലത്തെയും ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരുപിടി മികച്ച ചിത്രങ്ങളാണ് റീറിലീസായി എത്തിയത്. ഏറ്റവും ഒടുവിലായി എത്തിയ ഛോട്ടാ മുംബൈ എന്ന മോഹൻലാൽ ചിത്രം ആരാധകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. മോഹൻലാലും അൻവർ റഷീദും ഒരുമിച്ച ഏക ചിത്രമായി ഛോട്ടാ മുംബൈ 18 വർഷങ്ങൾക്ക് ശേഷമാണ് തിയേറ്ററുകളിൽ വീണ്ടും എത്തിയത്. റീറിലീസ് ആയിട്ട് പോലും തലയും പിള്ളേരും 3.8 കോടി രൂപയാണ് ഇതിനോടകം നേടിയിരിക്കുന്നത്. വിരലിൽ എണ്ണാവുന്നതിലും അധികം തവണ ടെലിവിഷനിൽ അടക്കം വന്നുപോയ ചിത്രത്തിലെ ഓരോ ഡയലോഗുകളും ഒരുപക്ഷെ ആരാധകർക്ക് കാണാപാഠമായിരിക്കാം. എന്നാലും തിയേറ്ററുകൾ നിറഞ്ഞ പ്രദർശനം തുടരുന്നിടത്താണ് മോഹൻലാൽ എന്ന നടന്റെ പ്രേക്ഷക സ്വീകാര്യത തെളിയുന്നത്. ഇതോടെ റീറിലീസിൽ കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ മലയാളം ചിത്രങ്ങൾ ചർച്ചയാവുകയാണ്. 2024 ജൂലൈ 26-നാണ് ദേവദൂതന്റെ റീമാസ്റ്റേഡ് പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. രഘുനാഥ് പലേരി തിരക്കഥ നിർവഹിച്ച ചിത്രം സിബി മലയിലാണ് സംവിധാനം ചെയ്തത്. ചിത്രത്തിലെ വിദ്യാസാഗറിന്റെ സംഗീതവും ഇന്നും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. 2000-ൽ പുറത്തിറങ്ങിയ ചിത്രം വൻ പരാജയം ഏറ്റുവാങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് ഇത് കൾട്ട് ക്ലാസിക്കായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. 5.4 കോടി രൂപയാണ് ദേവദൂതൻ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ നേടിയത്. മോഹൻലാൽ നായകനായ സ്ഫടികമാണ് അടുത്തതായി റീറിലീസ് ചെയ്ത ചിത്രങ്ങൾക്കിടയിൽ നിന്നും മികച്ച കളക്ഷൻ നേടിയത്. 1995 മാർച്ച് 30-ന് റിലീസ് ചെയ്ത ചിത്രം 28 വർഷങ്ങൾക്ക് ശേഷം 2023 ഫെബ്രുവരി 9-നാണ് റീറിലീസ് ചെയ്തത്. ആടുതോമയും ചാക്കോമാഷും 95-ലെ തിയേറ്ററുകളിൽ തീർത്ത ഓളം റീറിലീസുകളിലും കാണാൻ കഴിഞ്ഞു. ഭദ്രൻ തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ച ചിത്രം റീറിലീസ് ചെയ്തതും ഭദ്രനും സുഹൃത്തുക്കളും ചേർന്ന് രൂപീകരിച്ച ജോമെട്രിക്സ് എന്ന പുതിയ കമ്പനിയിലൂടെയായിരുന്നു. പുത്തൻ സാങ്കേതിക മികവിൽ 2 കോടിയോളം രൂപ മുടക്കി റീറിലീസ് ചെയ്ത ചിത്രം 4.95 കോടിയാണ് തിരികെ നേടിയത്. 1993 ഡിസംബർ 23-ന് റിലീസ് ചെയ്ത മണിച്ചിത്രത്താഴാണ് പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച അടുത്ത ചിത്രം. ചിത്രത്തിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിച്ചില്ല എന്ന വിഷമം പറഞ്ഞിരുന്നവർക്ക് റീറിലീസ് ഒരു ആഘോഷമായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ പെർഫെക്റ്റ് സിനിമകളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണിച്ചിത്രത്താഴ് 2024 ഓഗസ്റ്റ് 17-നാണ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയത്. മധുമുട്ടത്തിന്റെ കഥയ്ക്ക് ഫാസിൽ ഒരു പുതിയ മുഖമാണ് തന്റെ സംവിധാനത്തിലൂടെ നൽകിയത്. പ്രിയദർശൻ, സിദ്ദിഖ് ലാൽ, സിബി മലയിൽ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കഥ പറഞ്ഞ ചിത്രം റീറിലീസിലൂടെ മാത്രം 4.6 കോടിയാണ് നേടിയത്. ഇങ്ങനെ റെക്കോർഡ് നേട്ടങ്ങൾ സ്വന്തമാക്കി നിൽക്കുന്നതൊക്കെയും മോഹൻലാൽ ചിത്രങ്ങളാണ് എന്നത് മറ്റൊരു വസ്തുത. റിപ്പീറ്റ് വാല്യൂള്ള നിരവധി ചിത്രങ്ങൾ മോഹൻലാൽ എന്ന നടന്റെ പേരിലുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പഴയകാല ചിത്രങ്ങൾക്ക് പുതിയ തലമുറയിൽ പോലും ആരാധകരേറെയാണ്. വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന ഒരു മാജിക് എലമെന്റ് മോഹൻലാൽ ചിത്രങ്ങൾക്ക്, പ്രത്യേകിച്ച് പഴയകാല ചിത്രങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം. ഈ റിപ്പീറ്റ് വാല്യൂ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ റീറിലീസുകൾ ആവർത്തിച്ച് ഹിറ്റടിക്കാനുള്ള കാരണവും. ഒരു വടക്കൻ വീരഗാഥ, വലിയേട്ടൻ എന്നീ മമ്മൂട്ടി ചിത്രങ്ങളാണ് റീറിലീസുകളിൽ പിന്നീട് വിജയിച്ച ചിത്രങ്ങൾ. 1989 ഏപ്രിൽ 14-ന് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ അത് മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി മാറുകയാണ് ഉണ്ടായത്. നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ചിത്രം 2025 ഫെബ്രുവരി 7-നാണ് വീണ്ടും റിലീസ് ചെയ്തത്. ചിത്രത്തിന്റെ പഴയകാല കളക്ഷൻ റിപ്പോർട്ടുകളിൽ വ്യക്തതയില്ലെങ്കിൽ പോലും 35 വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്തപ്പോൾ 1.6 കോടി രൂപയാണ് ചിത്രം നേടിയത്. 2000 സെപ്റ്റംബർ 10-ന് പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ വലിയേട്ടനും 2024 നവംബർ 29-ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പുറത്തെത്തിയപ്പോൾ 95 ലക്ഷം രൂപയാണ് കളക്ഷനായി നേടിയത്. അങ്ങനെ പഴയകാല സിനിമകൾ ആഘോഷമാക്കുന്ന മലയാളികൾക്ക് റീറിലീസുകൾ ഒരു ഉത്സവം തന്നെയാണ്. പഴയ പല ഹിറ്റ് സിനിമകളും തിയേറ്ററുകളിൽ കാണാൻ സാധിക്കാത്തത് ഒരു നഷ്ടമായി കരുതുന്ന പുതുതലമുറയ്ക്ക് റീറിലീസുകൾ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.